ബഹിഷ്കരണ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ഓജബോർഡിനെ എങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത്, സമീപിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞു പോയ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഞാൻ സൂചിപ്പിച്ച് നീങ്ങുകയാണ് ഒരു അടുത്തറയ്ക്ക് വേണ്ടിയിട്ട്. ഈ പറഞ്ഞതായ പ്രത്യേക സിനിമയില് ആത്മാവേ വാ ആത്മാവേ പോ എന്നിങ്ങനെയുള്ള ഒരു ഈരടി പോലെ പാട്ട് പോലെ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ ട്രെയിലർ ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെ കണ്ടു, പത്രങ്ങളുടെ നിരൂപണത്തിൽ അത് കാണുകയുണ്ടായി. ആത്മാവേ വാ വാ അല്ല ആത്മാവേ പോ എന്ന് പറയുമ്പം നേരെ ഇത് ആത്മീയ മേഖലയിലേക്കാണ് ഇതിന്റെ ഊന്നൽ പോകുന്നത്. ആത്മീയ മേഖലയിൽ നമുക്കറിയാം ദൈവമുണ്ട്, നമ്മുടെ അരൂപിയുണ്ട്, മാലാഖമാരുണ്ട്, പൈശാചിക അരൂപികളുണ്ട്. അതേക്കുറിച്ച് കഴിഞ്ഞ 2 ഷെയറിങ്ങിലും അച്ഛന്മാര് വ്യക്തമായിട്ട് പറഞ്ഞു. ആത്മാവ് അരൂപിയില് ഒരു വ്യക്തിയാണ് എന്നുള്ളത്, വിശുദ്ധാത്മാവ് വ്യക്തിയാണ്. നമ്മുടെ അരൂപി ആത്മാവ് ഒരു വ്യക്തിയാണ്. മാലാഖമാർ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. അതുപോലെ തന്നെ മാലാഖമാര് നിബന്ധിച്ചുണ്ടായ പിശാചുക്കളും വ്യക്തികളാണ്. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവയ്ക്ക് കേൾക്കാൻ പറ്റും, അവയ്ക്ക് പ്രതികരിക്കാനായിട്ട് സാധിക്കും, അവയ്ക്ക് വരാനോ പോകാനോ ഇടപെടാനോ ഒക്കെ സാധിക്കും എന്നുള്ളത് നമ്മൾ വിശ്വാസത്തിന്റെ മേഖലയിൽ കൃത്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. സഭയുടെ പ്രബോധനത്തില് നമ്മൾ പഠിക്കുന്നുണ്ട്. CCC 391 ദൈവം സൂചിപ്പിച്ചാണെങ്കിലും ദൈവം മാലാഖമാരായിട്ട് നല്ല അരൂപികളായിട്ട് സൃഷ്ടിച്ച അരൂപികൾ ചിലരാണ് സ്വന്തം തീരുമാനത്തിന്റെ പിഴച്ച് ഫോളൻ ഏഞ്ചൽസ് ആയിട്ട് മാറി, പിശാചുക്കളായിട്ട് മാറിയത്. ബൈബിൾ ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിന്റെ ആരം മുതൽ അവസാനം വരെയും പിശാചുക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വ്യക്തികളാണെന്നുള്ളത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മനസ്സിൽ കുറിച്ച് വെക്കേണ്ട കാര്യമാണ്. വളാറാം പാപ്പ പറയുന്നുണ്ട് പിശാചുക്കളെ കുറിച്ച്. അവര് 5 കാര്യങ്ങൾ പാപ്പ പറയുന്നത്: വഴി തെറ്റിക്കുന്ന ജീവനുള്ള ആത്മീയ വ്യക്തികളാണ്. 5 കാര്യങ്ങൾ. വഴി തെറ്റിയതാണ്, വഴി തെറ്റിക്കുന്നവരാണ്, ജീവനുള്ളവരാണ്, സ്പിരിച്വലാണ്, ആത്മീയ മേഖലയുള്ളവരാണ്, വ്യക്തികളാണ് അങ്ങനെ പറയുന്നത്. ആനന്ദിച്ച് ആഹ്ലാദിക്കൂൻ എന്നുള്ള നമ്മളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധനത്തിൽ 2018 മാർച്ച് 19 പ്രസിദ്ധീകരിച്ചതിനകത്ത് 5 അധ്യായങ്ങളുണ്ട്. അതിന് 5-ാമത്തെ അധ്യായത്തില് ആത്മീയ പോരാട്ടത്തെ കുറിച്ചാണ് പാപ്പ പ്രതിപാദിക്കുന്നത്. അവിടെ പാപ്പ പറയുന്നുണ്ട്, പിശാചിനെ ഒരു വ്യക്തിയായിട്ട് തന്നെ നമ്മൾ കണ്ടെങ്കിലേ നമുക്ക് ഈ ആത്മീയ പോരാട്ടം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതല്ലായെങ്കിൽ ഈ പോരാട്ടം നമ്മൾ വലിയ ദുരന്തങ്ങൾ ചെന്നപ്പെടാൻ ഇടവരും. പിശാച് ഒരു വ്യക്തിയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയില് തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നിടത്ത് തിന്മയെന്ന വാക്കിന്റെ ആ ഒരു പ്രയോഗം അത്ര കൃത്യമല്ല. ദുഷ്ടൻ എന്നുള്ള വാക്കാണ് കൃത്യമായിട്ടുള്ളതെന്ന് പാപ്പ ഈ പ്രബോധനത്തിന്റെ 5-ാമത് വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തികളാണ് തിന്മയുടെ അരൂപികൾ എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ആദ്യമായിട്ട് തന്നെ. പിന്നെ യോജോ ബോർഡ് കളിക്കുമ്പോൾ വിളിക്കുന്നത് ആത്മാവേ വാ, ചിലപ്പോഴൊക്കെ ഗുഡ് സ്പിരിറ്റ് കം എന്ന് പറയുന്നതായിട്ടുണ്ട്. അത് കുറച്ചൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഗുഡ് സ്പിരിറ്റിനെ അല്ലേ വിളിക്കുന്നത്, ഈവിൾ സ്പിരിറ്റിനെ അല്ലല്ലോ എന്നൊരു ചിന്ത ചിലപ്പോഴൊക്കെ ആൾക്കാർക്ക് വരാം. തിന്മയുടെ മേഖല എപ്പോഴും കപടമായിട്ടാണ് ഇടപെടുന്നത്. വത്സവസ്ഥാനത്തിൽ പറയുന്ന പോലെ പ്രകാശപൂർണനായ മാലാഖയുടെ രൂപത്തിൽ സാത്താൻ തന്നെ അവതരിപ്പിക്കാൻ നോക്കും. അനേക വിശുദ്ധർക്ക് പൈശാചുക്കളുടെ ഇടപെടല്, സാന്നിധ്യം മാതാവിന്റെ രൂപത്തിൽ, ഈശോയുടെ രൂപത്തിൽ, കുമ്പസാരിപ്പിക്കുന്ന ആത്മീയ പിതാവിന്റെ രൂപത്തിലൊക്കെ വരുന്നത് കാണുന്നുണ്ട്. ഒരു നന്മയുടെ രൂപത്തിൽ വരാനുള്ള ടെൻഡൻസി അവനുണ്ട്. കാരണം അവൻ ഏറ്റവും കപടതയാണ്. തിന്മ നിറഞ്ഞ് അവന്റെ അവസ്ഥയെ മറച്ചു വെക്കാനായിട്ട് അവന് വേണ്ട നന്മയുടെ രൂപമാണ്. വലിയ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാര്, നാട്ടിൽ ചാരപ്രവർത്തനം നടത്താനായിട്ട് വിദേശ ശത്രുരാജ്യങ്ങളിൽ വരുന്ന ആൾക്കാര് നാട്ടിൽ പ്രവർത്തിക്കുന്നത് നല്ല ഡീസന്റായ പൗരന്മാരും സമൂഹ പ്രതിബദ്ധതയുള്ളവരും കാരുണ്യപ്രവർത്തനം ഏർപ്പെടുന്നവരൊക്കെ ആയിട്ടായിരിക്കും. അവരുടെ തനി ഐഡന്റിറ്റി പുറത്ത് വന്നാൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കപടത ഇതിനകത്തുണ്ട്. കുട്ടൻജേഷീൻ പറയുന്നുണ്ട്, ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് ഐ ആം ഹു ആം എന്ന് പറഞ്ഞ് തന്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ്. അതേസമയം സാത്താൻ തന്നെ വെളിപ്പെടുത്തുന്നത്, സംസാരിക്കാൻ നോക്കുന്നത്, കുട്ടൻജേഷീൻ പറയുകയാണ് ഐ ആം ഹു ആം നോട്ട്, ഇല്ലാത്തവനാണ്. അവർ തനിതനപ്പുറം മറച്ചു വെക്കുകയാണ്. അതുകൊണ്ട് അവൻ വേറെ രൂപത്തിൽ വരാൻ നോക്കുന്നത്. അതുകൊണ്ട് കം ഗുഡ് സ്പിരിറ്റ് എന്നുള്ളത് ഒരിക്കലും ഒരു ദൈവികമായ അരൂപിയുടെ പക്കലേക്കുള്ള വെളി അല്ലെന്നുള്ളത് ഉറപ്പാക്കണം. മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവ് ഗുഡ് സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ആണ് എന്ന് മാത്രമല്ല പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിക്കുമ്പോൾ, ക്ഷണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന് ചേർന്നതായ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കണം. ഈശോ ദൈവരായി സംഘടിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുവേ.
പശ്ചാത്തലിച്ച് പാപങ്ങൾ ഒഴിവാക്കി ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് കയറി വരുന്നവർക്കാണ് പരിശുദ്ധാത്മാവിന് നിറവ് കിട്ടാൻ ഇടവരിക. വെറുതെ ഒരു കളിക്കായിട്ട് തമാശനായിട്ട് അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം അറിയാൻ വേണ്ടിയിട്ട് കം ഗുഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ വരുന്ന ഒരിക്കലും പരിശുദ്ധാത്മാവല്ല, ദൈവത്തിന്റെ ആത്മാവല്ല. ഗുഡ് എന്ന വാക്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും അത് തിന്മയുടെ അരുവി തന്നെയാണ്. ചിലപ്പോഴൊക്കെ ഒരു ചിന്തയുണ്ട്, ഇത് മരിച്ചവരുടെ ആത്മാക്കളാണോ? ഈ ഒരു ചിന്തയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ പ്രതിപാദനം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. കത്തോലിക്ക ഈ മേഖലയിൽ മരിച്ചവരുടെ ആത്മാക്കൾ കറങ്ങി നടക്കുന്നു, കയറുന്നു, വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രബോധനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് സിറോ മലബാർ സഭയുടെ ഡോക്ടറിക് കമ്മീഷൻ 2010 ഇറക്കിയ ചെറിയൊരു പുസ്തകം ഇങ്ങനെയുണ്ട്. മരണാനന്തര ജീവിതവും അതുപോലെ തലമുറ നേടുന്ന ശാപവും. ഇതിനെക്കുറിച്ച് ഇതിനകത്ത് അഭിനന്ദകളുടെ പിതാവ് അതിന്റെ പ്രസിഡന്റായിട്ട് നിലനിൽക്കുന്നത് ജോസഫ് കുന്നത്തും മാത്യു വാണിക്കിഴക്കൽ പിതാക്കന്മാരെ കമ്മീഷൻ മെമ്പേഴ്സ് ആയിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട്, മരണത്തിന് ശേഷം ഉടൻ തന്നെ തനതുവിധി നടക്കുന്നു. ആ തനതുവിധി ആ മരണം നടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നടക്കുമെന്നാണ്. സ്ഥലം എന്ന് പറയുന്നത് ഭൗതികരവും ബന്ധപ്പെട്ട കാര്യമാണ്. ആരോപിക്ക് സ്ഥലത്തിന്റെ വിഷയമില്ല. തനതുവിധി നടക്കുന്നു. അതിനകത്ത് ദൈവത്തോട് ഐക്യത്തിൽ പ്രസാദപര പൂർണ്ണതയിൽ ആ ഒരു വ്യക്തി മരിക്കുന്നെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നു. ദൈവത്തോട് ബന്ധത്തിലാണ് എങ്കിൽ കുറച്ചൊക്കെ പാപാവസ്ഥയിലാണെങ്കിൽ ശുദ്ധീകരണാവസ്ഥയിലേക്ക് പോകുന്നു. പൂർണ്ണമായിട്ട് നാരകീയ അവസ്ഥയിൽ വിഷാദ്യമായുള്ള സമ്പൂർണ്ണ ഐക്യത്തിന്റെ അവസ്ഥയിൽ കെട്ട പാപത്തിലാണ് മരിക്കുന്നെങ്കിൽ നേരെ നരകത്തിലേക്ക് പോകുന്നു. അപ്പൊ തനതുവിധിയിൽ സംഭവിക്കുന്നതായ വിധി പിന്നീട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതാണ് അന്ത്യവിധി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കത്തോലിക്ക അതേസമയം മറ്റു ചില അകത്തോലിക്ക സമൂഹങ്ങളും അക്രൈസ്തവ സമൂഹങ്ങളും ഒക്കെ മരിച്ച വ്യക്തിയുടെ ആത്മാക്കൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, അറിഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞുള്ള ചിന്തകൾ പങ്കുവെക്കുന്നതായിട്ടുണ്ട് എന്ന് ഇതിനകത്ത് പങ്കുവെക്കുന്നുണ്ട്. ക്രൈസ്തവ പ്രബോധനത്തിൽ ഒരിക്കലും മരിച്ച വ്യക്തിയുടെ ആത്മാവ് കറങ്ങി നടക്കുന്നില്ല. ഒന്നുകിൽ ഒരു സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ ശുദ്ധീകരണ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നരകത്തിലാണ്. റോമാരൂപത്തിൽ എക്സോസിസ്റ്റ് ആയിരുന്ന ഗബ്രിയേലി അമോർത്തച്ഛൻ തന്റെ പ്രസിദ്ധമായ ആൻ എക്സോസിസ്റ്റ് ടെൽസ് സ്റ്റോറി, രണ്ടാമത്തെ പുസ്തകം മോർ സ്റ്റോറീസ്, അതിനകത്ത് പങ്കുവെക്കുമ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർ വ്യക്തമാക്കേണ്ടതായിട്ട് ഇനിയുമുണ്ട് ഒരു മേഖല എന്ന് പറയുന്നുണ്ട്. അതായത് നരക അവസ്ഥ നശിച്ചു പോയ വ്യക്തികളുടെ ആത്മാക്കൾ പിശാചിന്റെ കസ്റ്റഡിയിലാണ്. പിശാചുക്കൾക്ക് അവയെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം അത് ദൈവശാസ്ത്രജ്ഞന്മാർ പങ്കുവെക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അതിന് പശ്ചാത്തലമായിട്ട് അദ്ദേഹം തന്നെ പങ്കുവെക്കുന്നുണ്ട്. ചില ബഹിഷ്കരണ ശുശ്രൂഷകളില് വെളിപ്പെടുന്ന പൈശാചിക അരൂപികൾ തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുന്നത്, ഉദാഹരണത്തിന് യൂദാസ് കറിയാത്ത, അല്ലെ ഹിറ്റ്ലർ, നീറോ, അങ്ങനെയുള്ള കുപ്രസിദ്ധരായ വ്യക്തികളുടെ പേരില് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. അത് അങ്ങനെ പരിചയപ്പെടുത്തിയത് കൊണ്ട് അവര് ആ മരിച്ചവരുടെ ആത്മാക്കളാകണം നിർബന്ധമില്ല. ആ വ്യക്തികൾ പ്രവർത്തിച്ച പൈശാചിക അരൂപികളായിരിക്കാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ പിശാചിന്റെ കൃഷ്ടിപ്പെട്ട ഈ പറഞ്ഞ നശിച്ച ആത്മാക്കളെ അവൻ ഉപയോഗിക്കുന്നതാണോ എന്നൊരു ശങ്ക ഒരു വശത്തുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സൂചനയുണ്ട്. അതല്ലാതെ ഒരിക്കലും നമുക്ക് കറങ്ങി നടക്കുന്ന അറിഞ്ഞു നടക്കുന്ന ആത്മാക്കളാണ് ഈ ആത്മാവേ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വരുന്നത് എന്നുള്ളത് ഒരു ചിന്ത കത്തോലിക്ക പ്രബോധനത്തിലോ വിശ്വാസത്തിലോ ഒന്നും ഒരിടത്തുള്ളതല്ല. അടുത്തൊരു കാര്യം, ഇങ്ങനെ വിളിച്ചാല് ഏതെങ്കിലും ആത്മാവ് വരുമോ എന്നുള്ളതാണ്. വിളിക്കാതെ തന്നെ വന്ന് കയറാനായിട്ട് നോക്കുന്നവയാണ് പൈശാചിക അരുവികളെന്ന് വചന വ്യക്തമായി നമുക്കറിയാലോ. 1 പത്രോസ് 5:8 ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് 60 സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു എന്ന് പറയുകയാണ്. വിളിക്കാതെ തന്നെ ഇടിച്ചു കയറാനായിട്ട് നോക്കുന്ന പൈശാചിക അരുവികള് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും വന്ന് കയറുന്നുള്ള ഉറപ്പാണ്. ഇവിടെ ഞാൻ വാഗമണ്ണില് മൗണ്ടൻ അബോ റിട്രീറ്റ് സെന്ററിലാണ് പല രൂപതയിലെ ധ്യാനകേന്ദ്രത്തില് 8 വർഷമായിട്ട് ഇവിടെ. ഒരു 3 വർഷം മുമ്പ് ഇവിടെ വന്ന ഒരു പയ്യൻ ഇങ്ങനെ വജബോർഡ് കളിച്ച് പിന്നെ ആത്മാക്കൾ വിളിച്ചു വരുത്തുന്ന രീതിയിലേക്ക് വന്ന് സ്കൂളിൽ 17 വയസ്സുള്ള പയ്യനാണ്. കൂട്ടുകാർ കൂടി അങ്ങനെ ചെയ്തു. എന്നിട്ട് അവൻ ആത്മാക്കളെ വിളിച്ച് കയറ്റിയിട്ട് അത് വീഡിയോ എടുത്തിട്ട് കൂട്ടുകാരെ കൊണ്ട് കാണിച്ചിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാക്കിയിട്ട് ക്യൂരിയോസിറ്റി അടക്കിയിട്ട് അവരെ കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പോയി ഇങ്ങനെ ചെയ്ത് അങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ വന്നിട്ട് പഠനം ഒന്നും മേലാതെ വന്നപ്പോഴാണ് അപ്പനമ്മയെ കൂട്ടിക്കൊണ്ട് വന്നത്. അവൻ പറഞ്ഞ ഒരു കമന്റ് ഇതാണ്, പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഈശോയെ വിളിച്ചാൽ ഈശോ വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ അച്ഛാ പൈശാചിക അരൂപികളെ ആത്മാക്കളെ വിളിച്ചാല് അപ്പോഴേ ഉത്തരവുണ്ട് വരും എന്നവൻ പറയണം. അവനൊരു ആവേശമെടുത്ത് അവൻ പറയുന്നത്. അത് ന്യായമാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം പൈശാചിക ഇടിച്ചു കയറാൻ നോക്കി നടക്കുന്നവരാണ്. അവർക്ക് ഒരു മാനദണ്ഡങ്ങളുമില്ല, എവിടെയും വന്ന് കയറാൻ പറ്റണം. പ്രത്യേകിച്ച് പാപത്തിന്റെ അവസ്ഥകൾക്ക് അവകാശം കൂടിയുണ്ട്. അവിടെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ വരുമെന്നുള്ളത് ഏതാണ്ട് 100% ഉറപ്പാണ്. മറ്റു പല സംഭവങ്ങളിലും
വെറുതെ വീട്ടുകാരുള്ള അരിശത്തിന് യൂട്യൂബിൽ മറ്റും കയറിയിട്ട് ക്രൂരതയുടെ വീഡിയോകൾ കണ്ടുവച്ചിട്ട് ആ അരിശത്തിന് സാത്താനിക സൈറ്റിൽ ചെയ്ത് കയറി ക്രൂരതയുടെ വീഡിയോകളും സാത്താനിക സൈറ്റോടുകൂടെ ബന്ധമാണ്. കയറി കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ദുർബല നിമിഷത്തില് എന്നെ ആർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, സാത്താനെ നിനക്ക് വേണേ എന്നെ എടുത്തു എന്നൊരു 10-28 വയസ്സുള്ള പെൺകുട്ടി ഒരു നഴ്സ് പറഞ്ഞ ക്ഷണം അവളിലേക്ക് പൈശാചികാരി വന്ന് കയറിയിട്ട് അവളുടെ പ്രൊഫഷൻ മുഴുവൻ താറുമാറായി. ഏതാനും മാസം കഴിഞ്ഞിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന ഒരു 2 ധ്യാനം കൂടിയിട്ടാണ് അവൾ വിടുതലേക്ക് വരുന്നത്. അത് കുമ്പസാരത്തിൽ അവള് ഇങ്ങനെ ഏറ്റുപറഞ്ഞ് പിശാചിനെ വിളിച്ച് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് തെറ്റിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞ് ആശീർവാദം മേടിച്ച ക്ഷണമാണ് അവൾക്ക് വിടുതൽ കിട്ടുന്നത്. അപ്പം ചില അവസരങ്ങളിൽ വിളിച്ച് അപ്പൊ തന്നെ വരും. ഏതായാലും പിശാചിനെ വിളിച്ചാല് വിളിച്ചാൽ അവർ കയറി വരാനായിട്ട് താല്പര്യം കാണിക്കുമെന്നുള്ളത് ഒരു വളരെ വ്യക്തമായ കാര്യം, പ്രത്യേകിച്ചും നമ്മൾ ശുശ്രൂഷ മേഖലയിൽ കാണുന്നൊരു കാര്യമാണ്. അടുത്തൊരു പോയിന്റ് ചിന്തിക്കാനുള്ളത്, ഇങ്ങനെ വെളിപ്പെടുന്ന അരൂപികൾക്ക് ഈ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ഓജോ ബോർഡിന്റെ പ്രധാനപ്പെട്ട മേഖല അതാണല്ലോ. പല ഹോസ്റ്റലുകളിലും മുതിർന്ന കോളേജ് ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ താമസിക്കുന്ന ഹോസ്റ്റലുകളിലൊക്കെ ഇങ്ങനെ ബാച്ച് അനന്തരം ഇങ്ങനെ ഓജോ ബോർഡുകൾ ഇങ്ങനെ കൈമാറി വരുന്നതായിട്ട് പല അനുഭവങ്ങൾ കാണാം. അവരൊപ്പം ചെയ്യുന്നത് നാളത്തെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഏതാണെന്ന് പുസ്തകത്തിലെ ചോദ്യ നമ്പറിലായിട്ട് വെച്ചിട്ട് ഓജോ ബോർഡ് വെച്ച് നമ്പർ ചോദിച്ച് കൃത്യം കണ്ടുപിടിച്ചിട്ട് അത് പോയിട്ട് ആ നമ്പർ പോയി പഠിച്ചുകൊണ്ട് പോകുന്നത് പരീക്ഷയ്ക്ക് വരികയും ചെയ്യുന്നു. അപ്പൊ ഈ പരീക്ഷ എടുക്കുന്ന കാര്യം അറിയാൻ പറ്റുമോ? മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. സഭയുടെ മേജർ റൈറ്റ് ഓഫ് എക്സോസിസം അതേക്കുറിച്ച് സഭ നൽകുമ്പോൾ അതിന് ആമുഖമായിട്ട് 38 ഖണ്ഡികകൾ ആമുഖ കുറിപ്പുകൾ സഭ നൽകുന്നുണ്ട്. അതിനകത്ത് സഭ പറയുന്നുണ്ട് പൈശാചിക അരിയുടെ സാന്നിധ്യം ഒരു വ്യക്തിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കാനുള്ള ഏതാനും ചില ലക്ഷണങ്ങൾ. അതിൽ ഒരു ലക്ഷണം സഭ പറയുന്നത് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുക, അത് വെളിപ്പെടുത്തുക എന്നിങ്ങനെയുള്ളതാണ്. പല ശുശ്രൂഷകരുടെ അനുഭവങ്ങള് ഞാൻ തന്നെയും എൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് കൂടി ചില വ്യക്തികളുടെ അനുഭവം വെച്ചുകൊണ്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. അല്പമെങ്കിലും പാപ അവസ്ഥയില് തിന്മയുടെ അരിവുകൾക്കെതിരെയുള്ള ഡെലിവറൻസ് അല്ലെ എക്സസും ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ പൈശാചിക അരൂപികള് ഈ വ്യക്തികളുള്ള പാപത്തെ പരസ്യമായിട്ട് പറഞ്ഞ് വല്ലാത്ത അങ്കലാപ്പും അവഹേളനം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ട് എന്നോട് ശുശ്രൂഷയ്ക്ക് ഒരിക്കൽ വന്ന ഒരു പയ്യന് ഏതാനും ദിവസങ്ങളായിട്ട് നടക്കുന്ന പ്രാർത്ഥന ശുശ്രൂഷയാണ് ഡെലിവറൻസ് പ്രാർത്ഥന. പൈശാചിക ആവാസമുള്ള പെൺകുട്ടികൾ പ്രാർത്ഥിക്കണം ഓരോ ദിവസം തുടർച്ചയായിട്ട്. അതിൽ കൂടാനായിട്ട് അതിന് യുവാക്കന്മാർ വരുന്നുണ്ട്, ഇടവകരായിരിക്കും ഒരു പ്രത്യേക സമയത്ത്. ഒരു ദിവസം പയ്യൻ വരുമ്പോൾ വഴിക്ക് വെച്ച് അവന്റെ കൂടെ പഠിച്ച പെൺകുട്ടിയെ കണ്ടു. കുറെ നേരം അവിടെ ഇച്ചിരി ഇങ്ങനെ കാര്യമൊന്നും ഇല്ലാതിരുന്നിട്ട് വർത്താനം പറഞ്ഞു നിന്നു ഒരു 10-20 മിനിറ്റ്. എന്നിട്ട് താമസിച്ചാൽ വന്ന് കയറി മുട്ടുകുത്തി ഗ്രൂപ്പിലേക്ക് വന്നിട്ട് പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞതേ ഈ തെന്മയുടെ അരൂപി ഇവിടെയുള്ളത്, ഈ പ്രാർത്ഥന സ്വീകരിക്കുന്ന ആളിലുള്ളത് ഇവന് നേരം കൈ ചൂണ്ടിക്കൊണ്ട് വിളിച്ചു പറയണം, നീ ഇത്രയും നേരം അവിടെ അവളുമായിട്ട് ശൃംഖരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോടാ, എന്നിട്ട് വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് പയ്യൻ വല്ലാണ്ട് ബ്ലഷ് ചെയ്തു, മനസ്സിടിഞ്ഞ് എണീറ്റ് പുറത്തേക്ക് പോയി. അപ്പൊ ഞാൻ പുറത്തേക്ക് പെട്ടെന്ന് പുറകെ ചെന്നിട്ട് അവനെ വിളിച്ചു കാര്യം ചോദിച്ചിട്ട് വിഷമിക്കാതെ ഞാൻ പറഞ്ഞു മുട്ടുകുത്തിക്ക്, ഈശോ നിന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിനക്ക് തന്ന സമയമായിരുന്നത്. ആ സമയത്തിനകത്ത് നീ ഗൗരവമില്ലാതെ വ്യർത്ഥമായ രീതിയിൽ 15-20 മിനിറ്റ് കളഞ്ഞു. അതൊരു തെറ്റാണ്. ഈശോ പറഞ്ഞില്ല വ്യർത്ഥമായി ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ ഈശോയുടെ മുമ്പിൽ വാക്ക് കൊടുത്തിട്ട് സമയമാണത്, ആത്മപരമായിട്ട് ഏർപ്പെടുന്ന സമയമാണ്. അത് നീ വ്യർത്ഥമായിട്ട് ചെലവഴിച്ചു, നഷ്ടപ്പെടുത്തി. അതാ എന്റെ തിന്മ, വേറെ വലിയ പാപമൊന്നും അല്ല നീ ചെയ്തത്. അവിടെ മോൻ ഇപ്പൊ ഒന്ന് മുട്ടുകുത്തിക്ക് ആശീർവാദം തരാം, കുമ്പസാരിക്കാൻ പറഞ്ഞു. ഞാൻ കുമ്പസാരിപ്പിച്ചു. എന്നിട്ട് അവൻ മടിയായിരുന്നു, ഞാൻ വരാൻ പറഞ്ഞു. വന്ന് അവനെ കൂട്ടത്തിൽ കയറ്റി ശക്തമായിട്ട് പ്രാർത്ഥന കൊണ്ടുപോയി. ആ തിന്മ വേറൊന്നും പിന്നെ മിണ്ടിയില്ല. ഇതുപോലെ വളരെ ഗൗരവമുള്ള രീതിയിൽ ചില അവസരങ്ങളിലൊക്കെ വലിയ ശുശ്രൂഷകര് തന്നെ ചിലപ്പോൾ വല്ലാണ്ട് അങ്കലാപ്പിൽ പെട്ടുപോയ സംഭവങ്ങൾ ഞാൻ വിശ്വസനീയമായി കേട്ടിട്ടുണ്ട്. കാരണം തിന്മയുടെ അരിവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ അവിടെ പോയി അങ്ങനെ കാണിച്ചില്ല, ഇങ്ങനെ കാണിച്ചില്ല, കഴിഞ്ഞ രാത്രി എവിടെയായിരുന്നു. ഇങ്ങനെ സംഭവങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പൊ തിന്മയുടെ അരിവുകൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളത് അനുഭവത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല ബൈബിളിലേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാമല്ലോ. മർക്കോസ് 1:24 കഫർനഹൂമിലെ സ്ഥലമൊക്കെ നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. ഈശോ പരിശുദ്ധ ആരംഭിക്കുന്നേ ഉള്ളൂ. അപ്പസ്തലന്മാരെ പോലും മനസ്സിലായിട്ടില്ല ഈശോ ആരാണെന്നുള്ളത്. എന്നിട്ട് തിന്മയുടെ അരുവിക്ക് അറിയാം. അവരത് ഈശോ ശബ്ദിക്കരുത്, മിണ്ടിപ്പോകരുത്, പുറത്തേക്ക് പോകാൻ പറയുകയാണ്. അതേ അധ്യായം തന്നെ മർക്കോസ് 1:34 വാക്യത്തിലും അനേക പിശാചുക്കള് ഈശോ ആരാണെന്ന് വിളിച്ചു പറഞ്ഞപ്പം അവര് തന്നെ അറിഞ്ഞിരുന്നു കൊണ്ട് സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസ് 3:10-11 വാക്യങ്ങൾ ഇത് തന്നെ കാണാം. അപ്പസ്തല പ്രവർത്തനം 16 വാക്യത്തെ പറ്റി നമ്മൾ നേരത്തെ കാണുകയുണ്ടായി. ഫിലിപ്പിയിൽ വെച്ച് പൗലോസ് സിലാസ് വഴിയെ കടന്നു പോകുമ്പോൾ അവിടെയുള്ള ആത്മാവ് വായിച്ച ഒരു പെൺകുട്ടി ഇവരുടെ പേര് പറയുന്നു. ഇവര്
സത്യദൈവത്തിന്റെ ആൾക്കാരാണ്, രക്ഷയുടെ സത്യം പ്രഘോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ചു പറയുന്നുണ്ട്. ആ പറയുന്നത് സത്യമാണ്. അപ്പൊ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് പൈശാചികൾക്ക് സാധിക്കും എന്നുള്ളത് വാസ്തവമാണ്. അവ അരൂപികളായതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവാണ് സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയും. പൈശാചിക അരൂപികൾക്ക് സർവ്വവ്യാപ ശേഷിയില്ല, സർവ്വജ്ഞാന ശേഷിയുമില്ല. അവ അലഞ്ഞു നടക്കുന്നു, കറങ്ങി നടക്കുന്നു. ചില കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് മനുഷ്യ അതീതമായ തരത്തിൽ സാധിക്കും. കാരണം സമയ സ്ഥല പരിമിതിക്ക് അതീതരാണ് അരൂപികൾ എന്നതിനാൽ. അപ്പൊ ഈ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഓജോബോർഡ് കളിക്കുന്ന അവസരത്തില് ഈ അരൂപി വിളിക്കുമ്പോൾ വരുന്നത് ഒരു പൈശാചിക അരൂപിയാണ്. ആ അരൂപിക്ക് ഇവർ ചോദിക്കുന്ന പല കാര്യത്തിൽ ഉത്തരം കൊടുക്കാനായിട്ട് പറ്റും. പിശാചുക്കൾ നുണയരല്ലേ, ഒരു സത്യം പറയുമോ എന്ന ചോദ്യം വരാം. നുണയൻ എന്നുള്ള പിതാവുമാണല്ലോ. പിശാചുക്കൾ നുണയരാണ്, പക്ഷെ അവർ സത്യം പറയും. സത്യം പറയുന്നത് നമ്മളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ആരെയെങ്കിലും കൊല്ലാനായിട്ട് സയനൈഡോ ഉരുടാനോ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒരു വ്യക്തി മറ്റേ കൊടുക്കുമ്പോൾ ഇത് സയനൈഡാ കുടിച്ചോ, ഉരുടാനാ കുടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുവോ? ഇല്ല. അത് ജ്യൂസിനകത്തോ അല്ലെങ്കിൽ ബിരിയാണിക്കകത്തോ കലർത്തി ആ ബിരിയാണിയുടെ യാഥാർത്ഥ്യം, ജ്യൂസിന്റെ യാഥാർത്ഥ്യം, അത് ശരിക്കുള്ള ജ്യൂസാ, ശരിക്കുള്ള ബിരിയാണിയാണ്, അതിനകത്താണ് ഈ വിഷം കലർത്തുന്നത്. അങ്ങനെ കൊടുക്കുള്ളൂ. നമ്മൾ എലിയെ പിടിക്കാനായിട്ട് കപ്പ കഷ്ണം ചുട്ടു വെക്കുന്നതും മീൻ ചുട്ടു വെക്കുന്നതും ഒക്കെ വെക്കുമ്പോഴും അത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കപ്പ, മീന്, അത് തന്നെ വെക്കും. പക്ഷെ അതിനകത്ത് നമ്മൾ വിഷം വെക്കുന്നത്, അല്ലെ കെണി വെക്കുകയാണ്, കെണിയുടെ ചൂണ്ട വെക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ സാത്താൻ സത്യം ഇടയ്ക്കിടയ്ക്ക് പറയും. സത്യം പറയുന്നത് നമ്മളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക്കാനും നമ്മളെ കെണിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ആത്മാക്കളെ വിളിച്ചാൽ വരാൻ സാധിക്കും. അവയ്ക്ക് പല കാര്യങ്ങൾ നമ്മളെക്കാൾ അധികം അറിയാം എന്നുള്ള വാസ്തവമാണ്. അത് ബൈബിളിൽ കാണുന്നുണ്ട്. അടുത്തൊരു ചിന്ത, ഇതിനകത്തുള്ള അപകടം നമുക്ക് എന്താണ് ഇങ്ങനെ വിളിക്കുന്ന വഴിയായിട്ട് അത് ചിന്തിക്കാനായിട്ട് അല്പം കാര്യം മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, പിശാചിന്റെ പ്രവൃത്തികളെ പറ്റി പഠിപ്പിക്കുമ്പോൾ പിതാക്കന്മാർ പറയും രണ്ട് ഗണത്തിലുണ്ട്. ഒന്ന് സാധാരണ പ്രവൃത്തി, അത് നിരന്തരം വഴിതെറ്റിക്കാൻ നോക്കുക, പ്രലോഭിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് അസാധാരണ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റീസ് റിലേറ്റഡ്. അത് 6 ഗണത്തിലാണ് പിതാക്കന്മാർ അതിനെ പെടുത്തിയിട്ടുള്ളത് പൊതുവായിട്ട്. അത് ഒന്ന് വ്യക്തിയുടെ മേലുള്ള പൈശാചിക പീഡ, പേഴ്സണൽ ഡിമോണിക് ഇൻഫെസ്റ്റേഷൻ. മറ്റൊന്ന്, രണ്ടാമത്തേത് വസ്തുക്കളുടെ മേലെ, സ്ഥലങ്ങളുടെ മേലെ, വീടിന്റെ മേലുള്ള പൈശാചിക പീഡ, ആവാസം, ഫിസിക്കൽ ഇൻഫെസ്റ്റേഷൻ. മറ്റൊന്ന് ഒപ്രഷൻ, ഡിമോണിക് ഒപ്രഷൻ. എല്ലാ രീതിയിലും ഒരു വ്യക്തി ഞെരിക്കുന്ന അവസ്ഥ ബൈബിളിലുള്ള നല്ല ഉദാഹരണം ഒരുപക്ഷെ ജോബിൻ്റെതാണ്. എല്ലാ മേഖലയിലും കുടുംബ ബന്ധം, മക്കള്, വസ്തുവകകള്, രോഗം, ഭാര്യയുടെ ബന്ധം എല്ലാം തകരുന്ന ഒരു അവസ്ഥ, ഇരിക്കുന്ന അവസ്ഥ. അടുത്തത് മനസ്സിന്റെ മേലുള്ള ഡിമോണിക് അറ്റാക്കാണ്. ഡിമോണിക് ഒബ്സഷൻ. മനസ്സിന്റെ മേലെ ഒബ്സസീവായിട്ട് ചിന്തകൾ ഇട്ടുകൊടുക്കുകയാണ് പുറത്തുനിന്ന്. മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ പറ്റുമോ പിശാചിന്റെ ചിന്തകൾ? യുദാസിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു ഈശോയെ ഒറ്റക്കൊടുക്കാൻ. യോഹന്നാൻ 13:2 കാണുന്നുണ്ട്. മനസ്സിലേക്ക് ചിന്ത ഇടാൻ പറ്റും, അത് സ്വീകരിക്കണോ വേണ്ടി ചിന്തിക്കണം നമ്മളാണ്. അപ്പൊ ചില വ്യക്തികളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ചിന്തകൾ പിന്നെയും നീ പോയി ചാക്, ഒന്നിനും കൊള്ളുകയാണ്. അങ്ങനെ അത് ചില പ്രത്യേക കാര്യം അശ്ലീലമായിട്ട് തോന്നുന്നു, വിശുദ്ധ രൂപങ്ങൾ കാണുമ്പോൾ, ക്രൂശരൂപം കാണുമ്പോൾ, അങ്ങനെ ചില പ്രത്യേക മനസ്സിന്റെ മേലുള്ള പീഡ വരുന്ന ഒരു അറ്റാക്ക് കാണുന്ന ഒരു ഐറ്റം ഉണ്ട്. മറ്റൊന്ന് ഡിമോണിക് സബ്ജുഗേഷൻ ആണ്. അറിഞ്ഞോ അറിയാതെ ഒരു വ്യക്തി തന്നെ പിശാചിനെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നു. അതുവഴി അറിഞ്ഞാണെങ്കിൽ അങ്ങനെ പോകുന്നു, ചിലപ്പോൾ അറിയാതെ തന്നെ പോയിട്ട് വലിയ അസാധാരണ പൈശാചിക പീഡയ്ക്ക് ഇടയാകുന്നു. അവസാനം 6-ാമത്തേത് പൊസഷനാണ്, ആവസിക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ഈ 6 അസാധാരണ നടപടികളെ പറ്റി പറയുമ്പോൾ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിശാചിന് സ്വമേധയാ കയറി ഒരു വ്യക്തിയിൽ അസാധാരണ ഇടപെടാൻ പറ്റുകയില്ല. അവന് അനുവാദം കിട്ടണം. ജോബിന്റെ കാര്യത്തില് ദൈവം അനുവാദം കൊടുക്കുന്നത് കാണാൻ പറ്റും. ഒന്നിടത്ത് എബ്രാസ്യയുടെ ലിഖിതങ്ങൾ 35-ാമത്തെ കത്തിനകത്ത് ഈശോ പ്രത്യേകമായിട്ട് അനുവദിച്ചു കഴിയുമ്പോൾ സാത്താൻ ചോദിച്ചു, പിശാചുക്കൾ ചോദിച്ചു, അപ്പൊ ഈശോ അനുവദിച്ചു. അതിന്റെ ഫലമായി എബ്രാസ്യയുടെ ശരീരത്തിന്റെ മേൽ പിശാചുക്കൾ മുറിയിൽ വന്ന് മനുഷ്യരൂപത്തിൽ വന്ന് തൊട്ടുകൊണ്ട് ഒരു മൃഗത്തോട് എന്ന പോലെ കന്യാവൃത്തിന് വിരുദ്ധമായ സകല പ്രവൃത്തികളും പ്രവർത്തിച്ചു പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് ആവശ്യപ്പെട്ടിട്ട് കത്ത് എഴുതുന്നതായിട്ട് നമുക്ക് 35 കത്ത് വായിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈശോ അവിടെ അനുവദിച്ചിട്ടാകുന്നത് എബ്രാസ്യം വ്യക്തമാക്കുന്നുണ്ട്. മറ്റല്ലാത്ത രീതിയിലുള്ള വഴിതെറ്റിക്ക പ്രലോഭന ചിന്തകളുടെ മുമ്പിൽ എബ്രാസ്യം വീണില്ല. വീഴാതെ നിന്നുകൊണ്ട് പിശാചുക്കൾ പറയുകയാണ്, നീ അനുവദിക്കാത്തതുകൊണ്ട് അവിടെ വീഴാത്തത്. അപ്പൊ ഈശോ പറഞ്ഞു, മോളെ, ആയുധം ചെയ്യുന്നതിന് നിന്റെ ശരീരം ഞാൻ അവർക്ക് ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നുവെന്ന് ഈശോ തലേദിവസം വന്ന് തന്നോട് സംസാരിച്ച് വെളിപ്പെടുത്തിയെന്ന് എബ്രാസ്യം എഴുതുന്നുണ്ട്. അതിന് പരമായിട്ട് ഇതുപോലെയുള്ള ശരീരം തൊട്ടുകൊണ്ടുള്ള പീഡ കന്യാത്തിന് വിരുദ്ധമായിട്ട് എബ്രാസ്യം കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അസാധാരണ ഇടപെടൽ, ഇങ്ങനെയുള്ള ഇടപെടൽ വരണമെങ്കിൽ ഒരു അനുവാദം കിട്ടണം. ആ അനുവാദം ഒന്നുകിൽ ദൈവം കൊടുക്കാം. ഒന്നാമത്തേത് അസാധാരണ ഇടപെടലിന് ദൈവം അങ്ങനെ ഒരു വ്യക്തിയുടെ മേലെ പിശാചിന് അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ
ആ വ്യക്തിയുടെ വിശ്വാസത്തെക്കുറിച്ച്, പ്രാർത്ഥന വഴിയുള്ള ആത്മീയ കരുത്തെടുക്കുന്നതിനെ കുറിച്ച്, ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് എല്ലാം നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. ദൈവം കൊടുത്തിട്ട് ഏതെങ്കിലും വ്യക്തിയുടെ മേലെ പിശാചിന് വല്ലാത്ത ഇടപെടൽ ഉണ്ടായാൽ ഒരിക്കലും ആ വ്യക്തി പരാജയപ്പെടില്ല. സാത്താന്റെ ലജ്ജയ്ക്കും ദൈവത്തിന്റെ മഹത്വത്തിനും ആ വ്യക്തിയുടെ വിശുദ്ധീകരണത്തിനുമായിട്ട് ഭാവിക്കുക. രണ്ടാമതൊരു കൂട്ടര് അത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഈ നമ്മൾ ഓരോരുത്തരുമാണ്. ഞാനെന്ന വ്യക്തി പിശാചിന് അനുവാദം കൊടുത്തിട്ട് അവന്റെ അസാധാരണ ഇടപെടൽ വന്നു പെടാം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു സാധാരണ സംഭവിക്കുന്നത് പാപത്തിന്റെ ഗൗരവമുള്ള പ്രവൃത്തികൾ നിരന്തരം വ്യാപരിച്ചു പോകുക എന്നുള്ളതാണ്. യൂദാസ്കറിയാത്തിൽ സാത്താൻ ആവസിച്ചു. അത് സംഭവിച്ച് അദ്ദേഹം പാപകരമായ അവസ്ഥയിൽ ദീർഘമായിട്ട് നീങ്ങി. അതുകൊണ്ട് അന്ന് ഗബ്രിയേൽ അമർത്തം ചൂണ്ടിക്കാണിക്കുന്നത് കാണാം. അങ്ങനെ സംഭവിക്കാം. ഇനി അതിന്റെ കൂടെ ഒരു വ്യക്തി സ്വയം തുറന്നു കൊടുക്കുന്നത് പിശാചിനെ വിളിച്ചുകൊണ്ടാണ്, തന്നിലേക്ക് വരാൻ ക്ഷണിച്ചുകൊണ്ടാണ്. സ്വയം തുറന്നു കൊടുക്കുക അറിഞ്ഞുകൊണ്ട് തന്നെ. അറിഞ്ഞുകൊണ്ടെന്ന് പറയുമ്പോൾ സാത്താനെ വാ, ആത്മാവേ വാ എന്ന് ബോധവോട് പറയുന്നിടത്ത് ഇപ്പൊ സാത്താൻ അപകടകാരിയാണ്, സാത്താനാണെന്നുള്ള എന്തെന്നുള്ള അറിഞ്ഞുകൊണ്ട് വിളിക്കുന്ന നിർബന്ധമൊന്നുമില്ല. കളിതമാശന് വിളിച്ചാൽ പോലും അവൻ കയറി വരും. അവിടെയാണ് നമ്മൾ ഓജോബോർഡിന്റെ ഒരു ഗൗരവമുള്ള അപകട സാധ്യത കാണേണ്ടത്. വീണ്ടും ഒരു അനുവാദം കൊടുക്കുന്ന മേഖലയും കൂടെ ഉള്ളത്, ദൈവം കൊടുക്കുന്ന ഒന്ന്, ഒരു വ്യക്തി സ്വയം കൊടുക്കുന്ന രണ്ട്, ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തപ്പെട്ട രക്ഷാകർസ്ഥാനത്ത് നിൽക്കുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ മുൻ തലമുറപ്പെട്ട വ്യക്തികളോ കുടുംബത്തിലേക്ക്, ഭവനത്തിലേക്ക് വൈശാന്യത്വങ്ങളെ അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി ഇരുത്തി കർമ്മങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വഴി കിട്ടിയ അസാധാരണ അവകാശ സാന്നിധ്യ അവസരത്തിന്റെ മുമ്പിൽ ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും സാധാരണ കവിഞ്ഞ പീഡ ഉണ്ടാകുന്നതായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റും. മാതാപിതാക്കളുടെ തിന്മ പഴുതു കൊടുക്കൽ വഴിയായിട്ട് കയറിയ പൈശാചിക ഇടപെടലിന് മുമ്പിൽ മരണത്തിൽ പെട്ടുപോകുന്ന കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പോലും ഞാൻ എന്റെ ശുശ്രൂഷയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ വശമുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് പിശാചിന്റെ അസാധാരണ ഇടപെടലുകൾക്ക് ഒരു അനുവാദം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഓജോ ബോർഡിന്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ, ഓജോ ബോർഡ് കളിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും പിശാചിന്റെ ആത്മാവിനെയാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ ആ പൈശാചിക അരുവികള്, ഈ പിശാചിന്റെ അരുവി ഒരിക്കലും സർവ്വവ്യാപി അല്ല, എല്ലായിടത്തും ഇല്ല. നമ്മുടെ എല്ലായിടത്തും പിശാചികൾ ഉണ്ടാവണം നിർബന്ധമില്ല. അവരെങ്ങനെ കറങ്ങി നടക്കുന്നു നല്ല സിംഹത്തെ പോലെ. അപ്പം ഒരു വ്യക്തിനെ വിളിക്കുമ്പോൾ അതിനടുത്ത് ഇങ്ങനെ പിശാചരുവി ഉണ്ടെങ്കിൽ അതിന് കടന്നു വരാൻ അവസരമാകും. അങ്ങനെ കടന്നു വരുന്ന അരുവിക്ക് വ്യക്തിയുടെ മേല് വലിയ സ്വാധീനം കിട്ടുകയാണ്. നമ്മുടെ മനസ്സ് അറിഞ്ഞ് തുറന്നു കൊടുക്കാതെ മനസ്സിന് വിരുദ്ധമായിട്ട് നമുക്കെതിരെ ആഭിചാരം കർമ്മം ചെയ്യുന്നു ആരെങ്കിലും, അതിന്റെ ഒരു ദുസ്വാധീനം നമുക്ക് വരാം. അങ്ങനെയൊക്കെ വരുന്ന തിന്മയുടെ ഒരു ഉപദ്രവത്തെക്കാൾ വളരെ അധികമായതും ആഴപ്പെട്ട് പതിഞ്ഞു കയറുന്നതും ഇറക്കി വിടാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു പൈശാചിക ഉപദ്രവത്തിന്റെ മേഖലയാണ് നമ്മൾ വിളിച്ച് വരുത്തിയിട്ട് അവർ വന്ന് കയറുക എന്ന് പറയുന്നത്. ഒരാൾ വീട്ടിൽ വന്ന് ഇടിച്ചു കയറിയിട്ട് കഥകം മുട്ടിയിട്ട് കയറിക്കോട്ടെ അല്ലെ വന്നത് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരമില്ല ബുക്കെന്ന് പറഞ്ഞാൽ അവർക്ക് പോകും, അവർക്ക് കയറാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ക്ഷണക്കത്ത് കൊടുത്ത് വിളിച്ചു വരുത്തുന്ന ഒരാളെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ അവർ വരുമ്പോൾ കയറ്റി ഇരുത്തണം. കയറ്റി ഇരുത്തി നമുക്ക് അവരോട് പെട്ടെന്ന് പോകാൻ പറയാൻ പറ്റില്ല. അവര് എന്നാൽ ഞാൻ പോകട്ടെ എന്ന് പറയുന്ന വരെ ചിലപ്പോൾ അവരെ നമ്മൾ വിസൽക്കരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞതുപോലെ തിന്മയുടെ അരുവി വിളിച്ചു കഴിയുമ്പോൾ അത് വല്ലാത്ത ഒരു ബന്ധനാവസ്ഥയിലേക്ക് പോവുകയാണ്. സംഭവങ്ങൾ പലതുണ്ട്. ഞാൻ വാഗമണ്ണില് 7 വർഷമായെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ 3 വർഷം എടുത്ത് വികാരിയും കൂടി ആയിരുന്നു. ഞാൻ ആ വികാരി സ്ഥാനം എടുത്തു കഴിഞ്ഞിട്ട് വീട് കയറാനായിട്ട് പോയ അവസരത്തില് ഒരു വീട്ടിൽ ചെന്ന് വീഡിയോ ചെരുപ്പ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ ഒരു 25 വയസ്സുള്ള പയ്യൻ എന്നോട് അടുത്ത് വെച്ചാൽ എന്റെ മുറി ഒന്ന് പ്രാർത്ഥിക്കാമോ, എനിക്ക് മുറി കിടന്ന് ഉറങ്ങത്തില്ല, എന്റെ ഭാര്യ വീട്ടിൽ ഇവിടെ കിടക്കുകയാണ്. അവളെ എപ്പോൾ ഞാൻ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നാലും അവർക്ക് സ്നേഹമാണ്, പക്ഷെ എപ്പം വിളിച്ചോണ്ട് വന്നാലും അവള് ഏതാനും ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട്. ഞാൻ പിന്നെ പോയി കൂട്ടിക്കൊണ്ട് വരും. അവള് വരും, പക്ഷെ ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറയുന്നു. ഞാൻ അവന്റെ മുറിയിൽ ചെന്നു, അവനെ കൂട്ടി ഞാൻ പറഞ്ഞു മെഞ്ചരിച്ച കണ്ടതിന് ഒന്ന് പ്രാർത്ഥിക്കാം, വിശ്വാസവും ചെല്ലാൻ പറഞ്ഞു. ഒരുമിച്ച് എല്ലാം ആരംഭിച്ച് കുറച്ച് പേർ സ്വരം കുഴയാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ അവരിങ്ങനെ വേച്ചു പോകും. ഞാൻ ചേർത്ത് താങ്ങി പിടിച്ചു ബാക്കി ചൊല്ലിയപ്പോൾ ഞാൻ കുഴഞ്ഞ് കട്ടിലേക്ക് വീണു. ഞാൻ മാതാപിതാക്കന്മാരെ വിളിച്ചു, അല്പം പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പള്ളിയോട്ട് വരാൻ അടുത്ത ദിവസം. സംസാരിച്ചു വന്ന പാവം പറഞ്ഞു മൊബൈൽ ഫോണിൽ ഓജോ ബോർഡിന്റെ ഏതോ ഒരു ആപ്പ് കൂട്ടുകാർ കാണിച്ചു കൊടുത്തു. അവന് സെക്യൂരിറ്റി ജോലിയായിരുന്നു. രാത്രി പോയി സെക്യൂരിറ്റി പോയിരിക്കുമ്പോൾ നേരം പോക്കാൻ വേണ്ടി കൂട്ടുകാർ ഇങ്ങനെ ചെയ്യും. അവർ പറഞ്ഞ അപകടം എന്ന് പറഞ്ഞിരുന്നു. ഇവനത് അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്ത് പരിശോധിക്കും. മുറിയിൽ വന്നിരുന്നിട്ടും രാത്രിയിൽ ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മുറി വന്ന് കിടക്കും. അതിനിടയ്ക്ക് ഉറക്കം നിറഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ പല തരത്തിലുള്ള ലൈറ്റ് വരുന്നതാണ് പറയുന്നത്. ശക്തമായ അരിവൾ സാന്നിധ്യം വരുമ്പോൾ ചുവന്ന ലൈറ്റാണ് വരുന്നത്. ആ ചുവന്ന ലൈറ്റ് ആദ്യമായിട്ട് ഒരു ദിവസം കണ്ടങ്ങനെ അതങ്ങ് തെളിഞ്ഞ് വന്നപ്പോൾ പേടിയായപ്പോൾ പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. എന്നിട്ട് പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ ചെന്ന് ഇപ്പം പറയുന്നത് ഇങ്ങനെ ഒരു ഭക്ഷണം പാകം ചെയ്തിരിക്കുമ്പോൾ പാത്രം ഉടനെ നിലത്ത് വീണു. ഭക്ഷണം കഴിഞ്ഞപ്പോഴത്തേ അവന് ചങ്കിന് വല്ലാത്ത ഞെരുക്കമായി.
അവന് അടുത്തൊരു ആശുപത്രിയിലൂടെ ഏലപ്പാറ പേരുപെട്ട് ഭാഗത്ത് ഗവൺമെന്റ് പോയി. 2 ദിവസം കഴിഞ്ഞ് ശ്വാസമുട്ടൽ മാറുന്നില്ല. പിന്നെ അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. പോകുന്ന വഴിക്ക് പാലാരി ഗവൺമെന്റ് അവനെ കയറി. 2 ദിവസം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തിരിച്ചു വന്നിട്ട് ആ കറങ്ങി നടക്കുമ്പോഴാണ് ഞാൻ അവനെ വിളിച്ചിരുന്നത്. പിന്നെ അവനെ പള്ളി വന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അവനെ തിന്മഴി വെളിപ്പെടുകയാണ്. അത് കുറെ നാളുകൾ എടുത്തത് ക്രമേണ വിട്ടു മാറിപ്പോകാനായിട്ട്. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സമയം അങ്ങോട്ട് അതിക്രമിച്ചല്ലോ. ഞാൻ ഇങ്ങനെയുള്ളൊരു ഓജോ ബോർഡ് പറ്റി കളിച്ചു കഴിഞ്ഞാൽ വരുന്ന അപജയത്തിന്റെ അപകടത്തിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് പറയുകയാണ്. ഇതൊന്നെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രാർത്ഥനയുടെ വിമുഖത അനുഭവപ്പെടാൻ തുടങ്ങും. പ്രാർത്ഥിക്കാൻ തോന്നിയല്ല, അല്ല നാമമാത്ര മാത്രമായിട്ട് പോകും. പള്ളിയിൽ പോകാൻ തോന്നിയ പള്ളിയിൽ പോകാൻ തന്നെ മിനിമം ആയിട്ട് നിൽക്കുകയുള്ളൂ. ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തോന്നിയാല പറ്റുകയില്ല. മറ്റൊന്ന്, വചനം വായിക്കാൻ രുചിയില്ല, കേട്ടാ രുചിയില്ല, കേട്ടാൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഗ്രഹിക്കാൻ പറ്റില്ല, അങ്ങനെ വരുന്നു. പിന്നെ ശക്തമായ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ധ്യാനകേന്ദ്രമോ സ്തുതിപ്പോ ഒക്കെ സംബന്ധിച്ച് ചിലപ്പം അവർ വല്ലാണ്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകും. അല്ലെ ചിലപ്പോൾ അവര് തന്നെ അവിടെ തന്നെ അരുവി വെളിപ്പെട്ടിട്ട് അവര് ബഹളം വെച്ച് ഉരുണ്ട് മറിഞ്ഞ് വീറുന്ന അല്ല ഉപദ്രവിക്കാൻ നോക്കുന്ന അവസ്ഥ കാണാൻ പറ്റും. പൊസഷൻ തന്നെയും വരുന്ന അവസ്ഥ പലപ്പോഴും കാണുന്നുണ്ട് ഇങ്ങനത്തെ കേസുകളിൽ. പൊസഷൻ ഉണ്ടായത് എപ്പോഴും പ്രകടമാകണമെന്നില്ലെന്ന് ഓർത്തേക്കണം. മർക്കോസ് 1:21 വാക്യങ്ങളില് അശ്വത്ഥാത്മ ബാധിച്ച ഒരുവനാണ് സാബത്ത് ദിവസം പ്രാർത്ഥനയ്ക്ക് എത്തിയിരുന്നു, അതുമായിട്ട് എത്തിയിരുന്ന ആള്. പക്ഷെ അന്ന് ഈശോ വന്ന് പഠിപ്പിച്ചപ്പോൾ അശ്വത്ഥാത്മ അലറി. അതുവരെ ആ അശ്വത്ഥാത്മ അലറിയിട്ടില്ല. അപ്പൊ അശ്വത്ഥാത്മ ഉള്ള അവസ്ഥയിൽ ഈ വ്യക്തി വന്ന് ഇരിക്കുകയാണ്. പൊസഷൻ ഉണ്ട്. പൊസഷൻ ഉള്ള ആൾക്കാർ എപ്പോഴും ബഹളം വെക്കുകയല്ല. യുദാസ് സാത്താൻ ആവസിച്ചു. യുദാസ് ബഹളം വെച്ചോ, ഉരുണ്ട് പറഞ്ഞ് വീണോ, എന്നറിയുമ്പോൾ അദ്ദേഹം വന്നോ, ഒന്നുമില്ല. യുദാസ് സ്വസ്ഥമായിട്ട് ഇറങ്ങിപ്പോയി പൈസ മേടിച്ച് പടയാളി കൂട്ടി ഈശോ കൊടുക്കാൻ വേണ്ടി വരികയാണ്. അതുപോലെ കൂനിയായ സ്ത്രീ 18 വർഷമായിട്ട് അവളെ അവസ്ഥ നടക്കുകയാണ്. ലൂക്ക 13 നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ അവൾ ഒരിക്കലും ബഹളം വെക്കുന്നില്ല. അവൾ പ്രാർത്ഥനയ്ക്ക് വരുന്നുമുണ്ട്. അപ്പൊ പൊസഷന്റെ അവസ്ഥ കയറിയെന്ന് ഓർത്തുകൊണ്ട് ബഹളം വെക്കണമെന്ന് ഉരുണ്ട് പറഞ്ഞ് വേണം ഒന്നുമില്ല. പക്ഷെ ആ വ്യക്തിയുടെ ആത്മീയത വളരെ ഡള്ളായിട്ടൊക്കെ മാറിപ്പോയതാ സംഭവിക്കുക. എന്താണ് പ്രതിവിധി എന്ന് ചിന്തിക്കുമ്പോൾ, ഒന്നാമത് ഈ വ്യക്തി തന്നെ ആഗ്രഹിക്കണം. വിടുതൽ കിട്ടാൻ, പ്രത്യേകിച്ചും പ്രായപൂർത്തിയ വ്യക്തികളാണെങ്കിൽ, കുഞ്ഞുങ്ങളാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ ആഗ്രഹിക്കണം. നമ്മൾ സഭയിൽ മാമസം വാങ്ങാൻ വരുമ്പോൾ അത് ചോദിക്കല്ലേ, നീ ആഗ്രഹിക്കുന്നോ പിശാചിന്റെ രൂപത്തിൽ മോചനം പ്രാപിക്കാൻ? ഞാൻ ആഗ്രഹിക്കുന്നു. പാവഭാവർക്ക് നീ ഉപേക്ഷിക്കുന്നോ? ഞാൻ ഉപേക്ഷിക്കും. അപ്പൊ ഞാൻ എന്റെ തീരുമാനം. ഒന്നാമത്തെ കാര്യം, സ്കോട്ടം ബെക്ക് എന്ന് പറയുന്ന സൈക്കാട്രിസ്റ്റ് അമേരിക്കക്കാരൻ എക്സസൈസ് ചേരണമെന്ന സംഭവം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയും, അതിന്റെ വിഷയത്തിൽ അദ്ദേഹം വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒന്ന് വ്യക്തി ആഗ്രഹിക്കുക, രണ്ടാമത്തേത് ആഗ്രഹിച്ച് ഏറ്റവും കുമ്പസാരിച്ച് പാവമോചനം പ്രാപിക്കുക, മൂന്നാമത് ശക്തമായ പ്രാർത്ഥന, ധ്യാനം അല്ലെ വിടുതൽ ശുശ്രൂഷ പങ്കെടുക്കുക. അതുവഴിയായിട്ട് ഒരു വിടുതലേക്ക് വരാനായിട്ട് സാധിക്കുക. താങ്ക് യു വെരി മച്ച്.